ആതിര മിസ്സിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എന്റെ എല്ലാ പൊന്നുമക്കൾക്കും സ്വാഗതം. അപ്പം ഇന്ന് മിസ് വന്നിരിക്കുന്നത് നിങ്ങൾക്ക് ക്രിസ്മസ് എക്സാം ആവാറായില്ലേ. അപ്പം നിങ്ങൾക്ക് ക്രിസ്മസ് എക്സാമിന് പ്രഡിക്ഷൻ ക്വസ്റ്റ്യൻസ് ആയിട്ടാണ് മിസ് വന്നിരിക്കുന്നത്. അപ്പം എന്തൊക്കെയായിരിക്കും നിങ്ങൾക്ക് എക്സാമിന് വരിക, എന്തൊക്കെയായിരിക്കും നിങ്ങൾക്ക് അറിയാനുള്ള ആകാംക്ഷ ഉണ്ടായിരിക്കും അല്ലേ. അപ്പം ആ ആകാംക്ഷയ്ക്ക് അവിടെ തന്നെ നിൽക്കട്ടെ. അതിന് മുന്നേ മിസ്സിന് പറയാനുള്ളത്, മിസ്സിന് ഈ വീഡിയോ കാണുന്നവരെ വേഗം മിസ്സിനൊരു ലൈക്ക് തന്നോളൂ. അതേപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഈ ലിങ്ക് ഷെയർ ചെയ്ത് കൊടുത്തോളൂ. പിന്നെന്താണ്, യെസ്, നിങ്ങളുടെ വിലപ്പെട്ട കമന്റുകൾ രേഖപ്പെടുത്തിക്കോളൂ. എങ്കിൽ മിസ് അധികം ലേറ്റ് ആവാതെ വീഡിയോയിലേക്ക് കടക്കാണ് മക്കളെ. യെസ്, എന്തൊക്കെയാണുള്ളത്? യെസ് മക്കളെ, വായിക്കാം എഴുതാം, അതൊരു കഥയായിക്കോട്ടെ കവിതയായിക്കോട്ടെ, ഇങ്ങനെ ഒരു ചോദ്യം എന്തായാലും പ്രതീക്ഷിച്ചോളൂ. നിങ്ങൾക്ക് ഈ പ്രാവശ്യത്തെ ക്രിസ്മസ് എക്സാമിന് ഇങ്ങനെ ഒരു ചോദ്യം എന്തായാലും വന്നിരിക്കും മക്കളെ. ഓക്കെ ആണല്ലോ? അടുത്തത് എന്താണ്? അപ്പൊ അങ്ങനെ ഒരു ചോദ്യം വരുമ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? കഥയായാലും കവിതയായാലും നന്നായിട്ട് വായിച്ചു നോക്കുക. നന്നായിട്ട് വായിച്ചു നോക്കിയാൽ മാത്രമേ നിങ്ങൾക്ക് അതിനനുസരിച്ച് കറക്റ്റ് ആയിട്ട് എഴുതാൻ പറ്റുള്ളൂ, ഉത്തരം കണ്ടെത്താൻ നിങ്ങൾക്ക് പറ്റുള്ളൂ. അല്ലാതെ നിങ്ങൾ വെറുതെ അത് കണ്ടിട്ട് ഗസ് ചെയ്ത് ഉത്തരം എഴുതാൻ നോക്കിയാലും മക്കളെ പണി പാളും. നിങ്ങൾക്ക് ഉത്തരം ശരിയാവില്ല, നിങ്ങൾക്ക് 0 മാർക്കായിരിക്കും കിട്ടുക. അപ്പൊ 0 മാർക്ക് വേണോ അല്ലെങ്കിൽ ഫുൾ മാർക്ക് വേണോ? ഫുൾ മാർക്ക് അല്ലേ വേണ്ടത്. അപ്പം നന്നായിട്ട് മനസ്സിരുത്തി വായിച്ചോളൂ കേട്ടോ. അപ്പോൾ അടുത്തത് എന്താണ്? കഥാപാത്ര നിരൂപണം. കഥാപാത്ര നിരൂപണം തയ്യാറാക്കണമെങ്കിൽ കഥാപാത്രങ്ങളെ അറിയണമെങ്കിൽ പാഠഭാഗത്തിനെ കുറിച്ചിട്ടുള്ള വ്യക്തമായിട്ടുള്ള ധാരണ ഉണ്ടായിരിക്കണം. അപ്പൊ മക്കളെ, മിസ് എപ്പോഴും പറയുന്നത് എന്താണ്? നിങ്ങളുടെ പാഠഭാഗത്ത് നന്നായിട്ട് വായിച്ചു നോക്കണം. അതിലൊക്കെയുള്ള കഥാപാത്രങ്ങളെ നോട്ട് ചെയ്ത് വെച്ചോളൂ. കഥാപാത്ര നിരൂപണം തയ്യാറാക്കാൻ എന്തായാലും ഉണ്ടായിരിക്കും. അപ്പൊ മക്കളെ, കഥാപാത്ര നിരൂപണം എങ്ങനെയാണ് തയ്യാറാക്കേണ്ടത്? അവരുടെ ശൈലി, അതേപോലെ തന്നെ വേഷവിധാനം, അതേപോലെ സ്വഭാവം, അങ്ങനെ എല്ലാ കാര്യങ്ങളും വെച്ചുകൊണ്ടായിരിക്കണം എന്ത് എഴുതേണ്ടത്? കഥാപാത്ര നിരൂപണം തയ്യാറാക്കേണ്ടത്. അടുത്തത് കുറിപ്പ്. എന്തെങ്കിലും ഒരു കാര്യം പറയും, അതിനെ പറ്റിയിട്ട് കുറിപ്പ് തയ്യാറാക്കാൻ പറയും. അപ്പൊ കുറിപ്പ് തയ്യാറാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഒരുപാട് വലിച്ചു നീട്ടാതെ കാര്യങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് ചുരുക്കി എഴുതാൻ ശ്രദ്ധിക്കുക. അടുത്തത് അനുഭവക്കുറിപ്പ് എഴുതാനുള്ള ഒരു ചോദ്യം നിർബന്ധമായിട്ടും ഉണ്ടായിരിക്കും മക്കളെ. അനുഭവക്കുറിപ്പ് എഴുതാൻ തയ്യാറായിരുന്നോളൂ. അടുത്തത് വിശകലനക്കുറിപ്പില്ലാത്ത ക്വസ്റ്റ്യൻ പേപ്പർ ഇപ്പൊ ഇല്ല അല്ലെ. അപ്പം വിശകലനക്കുറിപ്പ് നന്നായിട്ട് എഴുതാൻ പഠിച്ചോളൂ. അടുത്തത് ആസ്വാദനക്കുറിപ്പ്. വിശകലനക്കുറിപ്പിനെ പറഞ്ഞതുപോലെ തന്നെയാണ് ആസ്വാദനക്കുറിപ്പില്ലാത്ത ക്വസ്റ്റ്യൻ പേപ്പർ ഇല്ല. അപ്പം ആസ്വാദനക്കുറിപ്പ് കഥയുടേതായിക്കോട്ടെ കവിതയുടെ ആയിക്കോട്ടെ നന്നായിട്ട് വായിച്ചിട്ട് വേണം എഴുതാൻ. പാരഗ്രാഫ് ആക്കി എഴുതാൻ മറക്കരുത്. വലിച്ചു വാരി എഴുതേണ്ട ആവശ്യമില്ല. കാര്യങ്ങളൊക്കെ എന്താണെന്നുള്ളത് ഉൾപ്പെടുത്തിക്കൊണ്ടായിരിക്കണം എന്തെഴുതേണ്ടത്? ആസ്വാദനക്കുറിപ്പ് തയ്യാറാക്കേണ്ടത്. വായിച്ചിരിക്കാൻ രസമായിട്ട് തോന്നിയിരിക്കണം കേട്ടോ. അടുത്തത് ഓർമ്മക്കുറിപ്പ്. എന്താണ്? ഓർമ്മക്കുറിപ്പ് തയ്യാറാക്കാനാ പറഞ്ഞത്. അതൊക്കെ തയ്യാറാക്കാൻ നിങ്ങൾ സ്മാർട്ട് അല്ലേ? അപ്പൊ ഒരു ഓർമ്മക്കുറിപ്പ് എന്ന ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാല് അടിപൊളിയായി എഴുതല്ലോ. അപ്പം ഓർമ്മക്കുറിപ്പ് എന്ന ആ ഒരു ചോദ്യം നിങ്ങൾക്ക് ഈ പ്രാവശ്യത്തെ എക്സാമിന് ഉണ്ടായിരിക്കും. അടുത്തത് വർണ്ണന. ഒറ്റ വാക്കിൽ പറഞ്ഞാൽ വർണ്ണിച്ചെഴുതുന്നതിനെയാണ് വർണ്ണന എന്ന് പറയുന്നത് മക്കളെ. വർണ്ണിച്ചെഴുതുക. നിങ്ങൾക്ക് വർണ്ണിച്ചെഴുതാൻ അറിയോ? ഒരു പുഷ്പത്തിനെ തന്നാല് ആ ഒരു പുഷ്പത്തിനെ എത്രത്തോളം നിങ്ങൾക്ക് വർണ്ണിക്കാൻ കഴിയും? അതിന്റെ നിറത്തിനെ, അതിന്റെ ഭംഗിയെ, അതേപോലെ അതിന്റെ കളറും നിറവും ഒന്നാണല്ലോ അല്ലെ. ഓക്കെ, അപ്പം അതിന്റെ നിറത്തിനെ, അതിന്റെ ആകൃതിയെ, അങ്ങനെ എല്ലാ കാര്യങ്ങളും വെച്ചുകൊണ്ട് നിങ്ങൾ വർണ്ണിച്ചിട്ട് വേണം എഴുതാൻ. ആ പൂ എൻ്റെ മുന്നിൽ നിൽക്കുന്നത് പോലെ എനിക്ക് ഫീൽ ചെയ്യണം കേട്ടോ. അതേപോലെ ആയിരിക്കണം ഒരു വർണ്ണന തയ്യാറാക്കേണ്ടത്. അടുത്തത് ഉപന്യാസം തയ്യാറാക്കുക എന്നുള്ള ചോദ്യം എന്തായാലും ഈ പ്രാവശ്യത്തെ ക്രിസ്മസ് എക്സാമിന് നിങ്ങൾക്ക് ഉണ്ടായിരിക്കും മക്കളെ. അപ്പം ശ്രദ്ധിച്ച് എഴുതാ, എന്തായാലും അടിപൊളിയാക്കി എഴുതാ. ഈ ക്വസ്റ്റ്യൻസും ഈ ഒരു പ്രവർത്തനങ്ങളൊക്കെ എന്തായാലും ഈ പ്രാവശ്യത്തെ ക്രിസ്മസ് എക്സാമിന് നിങ്ങൾക്ക് വന്നിരിക്കും. മിസ് ഒന്നും കൂടെ പറഞ്ഞുതരാം. വായിക്കാം എഴുതാം, അത് കഥയാകാം കവിതയാകാം. കഥാപാത്ര നിരൂപണം, കുറിപ്പ്, അനുഭവക്കുറിപ്പ്, വിശകലനക്കുറിപ്പ്, ആസ്വാദനക്കുറിപ്പ്, ഓർമ്മക്കുറിപ്പ്. കുറിപ്പ് കൊണ്ടൊരു കളിയാണല്ലേ. അപ്പൊ ഈ കുറിപ്പുകളൊക്കെ പഠിച്ചു വെച്ചോളൂ കേട്ടോ. വർണ്ണന, ഉപന്യാസം. മക്കളെ, ഈ കാര്യങ്ങളൊക്കെ വെച്ച് എഴുതിക്കോളൂ. നിങ്ങൾക്ക് എക്സാമിന് ഫുൾ മാർക്ക് കിട്ടിയിരിക്കും. മിസ് ഗ്യാരണ്ടി തരാണ് കേട്ടോ. അപ്പൊ എന്തായാലും എല്ലാവരും അടിപൊളിയായിട്ട് കോൺഫിഡൻസോട് കൂടി എക്സാം ചെയ്ത എല്ലാവർക്കും ഓൾ ദി വെരി ബെസ്റ്റ്. ബൈ.